ഞാൻ തെറ്റാ ചെയ്തേ. കഴിഞ്ഞ ദിവസം ആ ഇൻസിഡന്റ് നടന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നതാ. പുറത്തേക്കൊന്നും പോവാൻ എനിക്ക് തോന്നിയില്ല. അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന്. മോം, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്കെല്ലാം മനസ്സിലായി. ദൈവത്തെ എന്നോട് ക്ഷമിക്കില്ല അമ്മേ. അമ്മേ, ഇനി ഞാൻ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. ആരെയും ഞാൻ ഇനി വേദനിപ്പിക്കുകയില്ല. ത്രിവിക്രം, നിന്റെ ഈ മാറ്റം കാണുമ്പോൾ ഞങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ. നിന്റെ അമ്മയെങ്ങാനും ഇത് കേട്ടാലുണ്ടല്ലോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അച്ഛാ, എന്തായാലും അമ്മയെ ഞാൻ വിളിക്കാൻ പോവാ. ശരി. മാം, തൃശ്ശൂർ അവിടെ കാണുന്നില്ല. എനിക്ക് അവനോട് കുറച്ചു നേരം സംസാരിക്കണം. അവനോടും സോറി ചോദിക്കണം എനിക്ക്. അവനിപ്പോ വീട്ടിലില്ല. അവനും ഏടത്തെയും കൂടി ഭൈരവഗിരി അമ്പലത്തിൽ പോയിരിക്കുക. എന്തോ പൂജ ചെയ്യാൻ വേണ്ടി പോയതാ. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. അവരെന്ന് തന്നെ തിരിച്ചു വരും. ആണോ? അവൻ വന്നോടനെ എന്നോട് പറയണേ. ഹലോ അമ്മേ. ഹലോ തൃശൂൽ, പൂജയൊക്കെ കഴിഞ്ഞോ മോനെ? ആ, കഴിഞ്ഞു അമ്മേ. ഞാനിപ്പോ എന്തിനാ നിന്നെ വിളിച്ചെന്നറിയോ? ത്രിവിക്രമൻ 2 ദിവസമായിട്ട് എവിടെയെന്ന് അറിയില്ലായിരുന്നല്ലോ. അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. തൃശൂൽ, വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ നിനക്ക്? ത്രിവിക്രമൻ ഒരുപാട് മാറിയിരിക്കുന്നടാ. നിന്റെ ശിവാനിയുടെ കല്യാണ സമയത്തുള്ള അവന്റെ സ്വഭാവം ഒക്കെ മാറിപ്പോയി. കഴിഞ്ഞതൊക്കെ ഓർത്ത് അവന് വല്ലാത്ത പശ്ചാത്താപമുണ്ട്. അല്പം പോലും ദേഷ്യമില്ല അവന്. എത്ര നന്നായിട്ടോ സംസാരിച്ചെന്നറിയോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ പോയി നല്ലവനായിട്ട് ബിൽഡപ്പ് കൊടുക്കുവാണോ? നിന്നെപ്പറ്റി അവൻ അന്വേഷിച്ചായിരുന്നു. അമ്പലത്തിൽ പോയിരിക്കാന്ന് ഞങ്ങൾ പറഞ്ഞു. നിന്നോട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറയാനും പറഞ്ഞു. എന്റെ സന്തോഷം മുഴുവൻ കളഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പറയുന്നു. നീ എന്താ തൃശ്ശൂല് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അവന്റെ സ്വഭാവം മാറിയതില് നിനക്കൊട്ടും സന്തോഷമില്ലേ? സന്തോഷമുണ്ടമ്മേ. അവനെന്തായാലും ഓക്കെ ആയല്ലോ. എനിക്കത് മാത്രം മതി. എന്തായാലും നിങ്ങൾ വേഗം വാ. സൂക്ഷിക്കണേ. കുട്ടിക്കാലം മുതൽ എന്റെ എല്ലാ കാര്യത്തിലും തടസ്സം വന്നുകൊണ്ടിരിക്കുക അവൻ. ആദ്യം ഒരു സ്നേഹിതനായിട്ട് അവനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് ചേട്ടനെന്ന് കരുതി അവൻ ചെയ്തതെല്ലാം സഹിച്ചില്ല ഞാൻ. എന്നാൽ അവൻ മാത്രം എന്റെ ജീവിതത്തിൽ വാശി കാണിച്ചുകൊണ്ട് എന്നും വന്നുകൊണ്ടിരിക്കുക. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനാ. എന്റെ ജീവിതം നശിപ്പിച്ചതും അവനാ. ത്രിവിക്രം, എന്താടാ നിനക്ക് പറ്റിയത്? എവിടെയായിരുന്നു നീ? 2 ദിവസമായില്ലേ നീ വീട്ടിലേക്ക് വന്നിട്ട്? ഇങ്ങോട്ട് വരാൻ എനിക്ക് തോന്നിയില്ല. എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ കാണാതെ ഇവിടെ ഉള്ളവർ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? നിന്റെ അമ്മ നിന്നെ എത്ര പ്രാവശ്യം അന്വേഷിച്ചു എന്നറിയോ? അവൾക്കൊന്ന് ഫോൺ ചെയ്യടാ. നീ വീട്ടിലേക്ക് തിരിച്ചു വന്ന കാര്യം അവളോട് പറ. അവളിപ്പോ ഗർഭിണിയായിരിക്കല്ലേ. ഈ സമയത്ത് അവൾക്ക് സന്തോഷമാണ് വേണ്ടത്. നീ ഫോൺ ചെയ്ത് കഴിയുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. ഞാൻ തന്നെ ഫോൺ ഇപ്പൊ വിളിച്ചു തരാം. നീ സംസാരിക്കേ, അല്ലെങ്കിൽ നീ മറന്നു പോകും. ഫോണൊന്നും ഇപ്പൊ ചെയ്യണ്ട അച്ഛാ. എന്താടാ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നോക്ക്, അവള് നിന്നെ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഗർഭിണിയായിരിക്കുമ്പോ അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. എന്റെ മനസ്സിന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. നീ ഇങ്ങനെ വീട്ടിലേക്ക് വരാതിരിക്കുകയും ആരോടും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കോ? എപ്പോഴും ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവള് പെറ്റ മകനല്ലേടാ നീ. അതിപ്പോഴാണല്ലേ ഓർമ്മ വന്നത്. നിങ്ങൾക്ക് വേണ്ട സമയത്ത് മാത്രമേ ബന്ധങ്ങളെ പറ്റിയൊക്കെ ഓർക്കൂ. ഞാൻ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോ ആരെങ്കിലും ആ കണ്ണീരൊന്ന് ഒപ്പാനെങ്കിലും എന്റെ കൂടെ നിന്നോ? ആർക്കും ഒന്നും കേൾക്കണ്ട. അച്ഛൻ തന്നെ ഉത്തരം പറയേ. ആരും എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല. എന്താടാ, എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യങ്ങളാ ഞാൻ ഈ പറഞ്ഞു വരുന്നേ. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ പെരുമാറിയേ? നിങ്ങൾ എല്ലാരും ചേർന്ന് ശിവാനി എന്റെ അടുത്തുനിന്ന് ദൂരേക്ക് മാറ്റിയില്ലേ? നീ ഇപ്പോഴും ഇത് തന്നെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുകയാണോ? നീ മാറിയെന്നല്ലേ നീ പറഞ്ഞത്? മാറിയിട്ടുണ്ട്. മാറുകയാണ് ഞാൻ. ഇനി മുതൽ ആ പഴയ ത്രിവിക്രമൻ ആവില്ലല്ലോ നീ, അല്ലേ? അച്ഛൻ പേടിക്കണ്ട.
ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനായിട്ട് മാറുക ഞാൻ. ഇനി അങ്ങോട്ട് നല്ലത് മാത്രമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങള്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികള് എല്ലാം ഇനി നല്ലത് മാത്രമായിരിക്കും. ത്രിവിക്രം, നീ ഇനി ഒന്നും ആലോചിക്കണ്ട. എല്ലാം നന്നായിട്ട് നടക്കും. നന്നായിട്ട് തന്നെ നടക്കും. ശിവാനി, ലഗേജൊക്കെ കാറിൽ വെച്ചിട്ടുണ്ട്. ചെരുപാത പോലെ മടങ്ങിലും കരയല്ല നാം ഹതാശരായി കരളേ. കേശപാതയിൽ ഇശൽ മുറിഞ്ഞുടൽ വേറിടും സ്വരഗതി പോൽ പിടയുന്നവർ. അമ്മേ, എഴുത്തിയും തൃശൂൽ ബ്രോയും വന്നു. രണ്ടുപേരും എന്തായാലും എത്തിയല്ലോ. കാണാതായപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. തൃശൂൽ അമ്പല ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് നടന്നച്ച. ശിവാനി, നീ വിചാരിച്ച പൂജകളൊക്കെ നന്നായി ചെയ്തോ? എഴുത്തി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തോ ഒരു മൂഡ് ഓഫ് പോലെ. എന്തു പറ്റി? ഒന്നുമില്ല. തൃശൂൽ, ശിവാനിക്ക് എന്താടാ പറ്റിയേ? എന്തോ ഒരു മൂഡ് ഔട്ട് പോലെ. അറിയില്ല അച്ഛാ, ഒന്നുമില്ലെന്ന് അവള് തന്നെ പറഞ്ഞല്ലോ. യാത്ര ചെയ്തതിന്റെയൊക്കെ ക്ഷീണം ഉണ്ടാവും അവൾക്ക്. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക കേട്ടോ. വീണേ, ജോലിക്കാരിയെ വിളിച്ച് ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാൻ പറ. ശരി അമ്മ. ശിവാനി, മോള് പോയി ഫ്രഷ് ആയിക്കോ. അമ്മ, ത്രിവിക്രം ബ്രോ എവിടെ പോയി? അവനവിടെ റൂമിലുണ്ട്. എന്താ? ഒന്നുമില്ല, ഒന്ന് സംസാരിച്ചിട്ട് വരാന്ന് കരുതി. ഇപ്പോഴും നിന്നെപ്പറ്റി അവൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രണ്ടാളും വെറുതെ തല്ലുണ്ടാക്കാൻ നിക്കല്ലേ. സന്തോഷമായിട്ടിരിക്കണം. ശരി അമ്മ. ഹായ് തൃശൂർ, എപ്പോഴാ വന്നേ? ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോറി 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 ഹണിമൂൺ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? ഡിഡ് യു എൻജോയ്? എന്തോ അഹങ്കാരോടെ നിനക്ക്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തൊരു പാവത്തിനെ പോലെ വന്നിരിക്കുകയാണല്ലോ ഇവിടെ. മനുഷ്യത്തിലിടാ നിനക്ക്. ഹേ ബ്രോ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. മുഖം മൂടി അണിഞ്ഞൊരു ചെകുത്താനാണ് നീ. ഒന്നും സംഭവിക്കാത്ത പോലെ നാടകം കളിക്കണ്ട. കള്ളം പറഞ്ഞ് വീട്ടുകാരെ വിശ്വസിപ്പിച്ച പോലെ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. കള്ളം പറഞ്ഞെന്നോ? ഞാനിപ്പോ എന്ത് കള്ളം പറഞ്ഞു നടാ? ഏയ്, ഇനിയും എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല നീ. നിനക്ക് എന്താ വേണ്ടേ? എന്ത് വേണം? ഇങ്ങനൊരു വൃത്തികേട് ചെയ്യാനാണോ നീ അവിടേക്ക് വന്നത്? അവിടേക്ക് വന്ന് ശിവാനി എന്തിനാ നീ തടഞ്ഞ്? എന്ത് തെറ്റാവളും നിന്നോട് ചെയ്ത്? എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ. ബ്രോ, എടാ നീ ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ. ദേഷ്യമൊക്കെ കുറയ്ക്കേണ്ട സമയമായി. ഇനിയും ദേഷ്യം കുറച്ചില്ല എങ്കിലേ എന്റെ ദേഷ്യം എന്താണെന്ന് നീ അറിയും. ഏയ്, നീ എന്റെ മുന്നിൽ ഒച്ച വയ്ക്കുന്നു. ശരിയാ, ശിവാനിയെ തടയാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങോട്ട് വന്നേ. തടഞ്ഞില്ലേ? ശിവാനി എന്റേത് മാത്രമാണ്. എനിക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ അവളോട് പെരുമാറിഞ്ഞ. വായി തോന്നിയത് പറയാൻ നിൽക്കരുത്. അവള് നിന്റെ ലവറല്ല, എന്റെ ഭാര്യ. ഏയ്, ഞാൻ പ്രേമിച്ച എന്റെ പെണ്ണിനെ പറ്റിച്ച് താലി കെട്ടിയവനല്ലേ നീ? നീ ഇത്ര നാണം കെട്ടവനായിരുന്നോ? ഞാൻ അങ്ങനെ ആരും പറ്റിച്ചിട്ടില്ല. ഞാൻ ആരെയാണോ പ്രണയിച്ചത് അവളെ തന്നെ സ്വന്തമാക്കി. നിനക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലടാ. അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവണം. അത് നീ മനസ്സിലാക്കാത്ത എന്താ? അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് നീ മനസ്സിലാക്കുന്നില്ല. നോക്ക്, ഇനി നീ ഇങ്ങനെ എന്നെ വെറുതെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ശല്യം ചെയ്യരുത്. ശരി, ഞാൻ നിനക്കിനി ഒരു ചാൻസ് കൂടെ തരിക. ശിവാനിയെ നീ എനിക്ക് വിട്ടു തന്നേക്ക്. പിന്നെ ഞാൻ നിനക്ക് ഒരിക്കലും തടസ്സമാവില്ല. നീ എന്താണ് നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ഇന്നവൻ ജീവനോടെ കാണില്ലായിരുന്നു. നീ ഇങ്ങനെ പേടിപ്പിക്കില്ലേ ബ്രോ? എടാ, നിന്റെ മുന്നിൽ നിൽക്കുന്നത് ത്രിവിക്രമാണ്.
വെറുതെ നിന്ന് വായിട്ടിളക്കാതെ പോവാൻ നോക്കടാ. എന്തിനാ ബ്രോ? എന്തിനാ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ മുതല് എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും തടസ്സം വന്നോണ്ടിരിക്കുക. നീ എന്റെ അടുത്തുനിന്ന് എല്ലാം തട്ടിയെടുക്കും. ഇപ്പൊ നോക്കിയേ, എന്റെ പ്രണയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ആ പ്രണയം കൂടെ എനിക്കിങ്ങ് താടാ. സുഖമായിട്ട് ജീവിക്കും ഞങ്ങള്. ത്രിവിക്രം, ഇനി ഒരു തവണ കൂടി നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാ പിന്നെ എന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല. ഇനിയും എന്റെയും ശിവാനിയുടെയും ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ ഈ പൊങ്ങി കൈയുണ്ടല്ലോ, നിന്റെ ചെകിടത്ത് പതിയും. സൂക്ഷിച്ചോ. ശിവാനി, എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് നീ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാ ഞാൻ വന്നതുകൊണ്ട് നല്ലത് സംഭവിച്ചെന്ന് എന്താ വിചാരിക്കാത്ത? ചീത്ത കാര്യം സംഭവിച്ചത് നീ കാരണം തൃശൂൽ. എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ തുടങ്ങിയത് നീ കാരണമാണ്. ശിവാനി, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് പ്രയത്നിച്ചിട്ടുള്ളത്. മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ, അതിലും മോശപ്പെട്ട കാര്യം ഇനി എന്താ ഉള്ളത്? എന്റെ പ്രണയം നീ തട്ടിയെടുത്തില്ലേ, എന്റെ സന്തോഷങ്ങളെല്ലാം നശിപ്പിച്ചില്ലേ. ഇനി എന്തൊക്കെ ചെയ്യാന്നാ നീ വിചാരിച്ചിരിക്കുന്നേ? ശിവാനി, എല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരും ഉണ്ടായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ശല്യപ്പെടുത്താനായിട്ട് വേറെ ആരും തന്നെ വന്നിട്ടില്ല തൃശൂൽ. എത്ര ആലോചിച്ചാലും അത് നീ മാത്രമാ. നിന്നെ അവിടെ അമ്പലത്തിൽ വെച്ച് ആരെ അറ്റാക്ക് ചെയ്തെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിന്നൊരാൾ തടഞ്ഞില്ലേ, അത് ആരാണെന്ന് അറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, അതറിയേണ്ട ആവശ്യവും എനിക്കില്ലായിരുന്നു. അത് നീ അറിയണം ശിവാനി, എന്നാലേ എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് നീ മനസ്സിലാക്കുള്ളൂ. ആരാ അത്? വേറെ ആരുമല്ല, ത്രിവിക്രം. അവിടെ വന്ന് നിന്നെ അറ്റാക്ക് ചെയ്തതും അമ്പലത്തിലേക്ക് പോകുമ്പോൾ നിന്നെ തടഞ്ഞതുമെല്ലാം ത്രിവിക്രമാണ്. മനസ്സിലായില്ലേ? നിന്നെ അറ്റാക്ക് ചെയ്തതും നിന്നെ പോവാൻ തടഞ്ഞതൊന്നും ഞാനായിരുന്നില്ല, ആ ത്രിവിക്രമായിരുന്നു. തൃശൂൽ, നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ത്രിവിക്രമന്റെ മേൽ തെറ്റുകൾ ആരോപിക്കുകയാണോ നീ? അല്ല ശിവാനി, ഞാൻ പറയുന്നൊക്കെ സത്യമാ. അല്ല, കള്ളം. ത്രിവിക്രമനെ കുറിച്ച് ഞാൻ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്. ഇതെന്താ ശിവാനി, എന്താ മനസ്സിലാക്കാത്ത? നിന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇതൊക്കെ പറയുന്നത്. നിനക്ക് ഞാനും ത്രിവിക്രമം പ്രണയിച്ചിരുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം മുതലേ ഞങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് നീ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ നിശ്ചയം നീ മുടക്കിയില്ലേ, എന്റെ പിറകെ നടന്ന് നീ ശല്യം ചെയ്തില്ലേ. അവസാനം എന്റെ കഴുത്തിൽ താലി കെട്ടി പൂർണ്ണമായിട്ടും ത്രിവിക്രമനെ നീ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ പ്രണയം ഇനിയും മാറിയില്ല എന്ന് മനസ്സിലാക്കി ഇപ്പൊ അവന്റെ മേലെ ഓരോ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണോ നീ? ഛേ, നീ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ശിവാനി, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വേറൊരാളുടെ മേലെ ആരോപണം ചുമത്തേണ്ട ആവശ്യം എനിക്കില്ല. ഇതാണ് നിന്റെ സ്വാർത്ഥത. നീ ഒരു സ്വാർത്ഥൻ തന്നെയാ. പോയിക്കോ ഇവിടുന്ന്, എനിക്കിനി നിന്നെ കാണുക വേണ്ട. ശിവാനി, പോകാനാ പറഞ്ഞേ. എന്താ ബ്രോ, ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളൊന്നും മൈൻഡേ ഇല്ലല്ലോ. എന്താ കാര്യം? ഭാര്യയുടെ കൂടെ കൂടുതൽ സമയം ചെലവിട്ട് കഴിഞ്ഞപ്പോ അവൻ നമ്മളെയൊക്കെ മറന്നുപോയി കാണും. അങ്ങനെയൊന്നുമില്ലമ്മേ. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല മോനെ. ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഒന്നിച്ചൊരു ട്രിപ്പ് പോയത്? അത് എവിടേക്കൊക്കെയാണെന്നാ ചോദിച്ചത്. അതായിരുന്നോ? എവിടേക്കില്ല. എന്താ ബ്രോ, ഞങ്ങളോട് പറയാൻ നാണാണോ അതോ
ഞങ്ങളോട് എന്തിനാ പറയുന്നെന്ന് വിചാരിച്ചിട്ടാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല. വിട് വിട്, ഏടത്തി വന്നല്ലോ, ഞാൻ ഏടത്തിയോട് തന്നെ ചോദിച്ചോളാം. വേണ്ട വേണ്ട. എങ്കി നീ തന്നെ പറ എവിടൊക്കെ പോയി എന്നുള്ളത്. അത് അവിടെ ഞങ്ങള് കുറെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങള് അമ്പലത്തിൽ പോയി എന്നുള്ളത് ഒരു കാരണം മാത്രമായിരുന്നു. ഫാന്റസി പാർക്കിൽ പോയി. അവിടൊക്കെ എന്തൊരു അടിപൊളിയാണെന്നോ. വാട്ടർ വേസിലൊക്കെ കയറിയുന്നേ. അടിപൊളിയായിരുന്നു. ഓഹോ, അപ്പൊ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചിട്ട് തന്നെയാ വന്നല്ലേ? എന്താ വീണോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവിടുത്തെ കാലാവസ്ഥ എന്തായിരുന്നു അറിയോ? ഞങ്ങള് പടപടാന്ന് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തണുപ്പില് ഞങ്ങള് നാട് മൊത്തം കറങ്ങി നടന്നു. ഒരു ഹോട്ടലിലും പോയിരുന്നു. അവിടെ വെച്ച് ഒരു ഗ്ലാസ്സില് 2 സ്ട്രോ വെച്ച് തണുപ്പത്ത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. ആ ഒരു ഫീല് തന്നെ. എന്നിട്ട് ഒരേ ഷോളിൽ ഇങ്ങനെ പൊതച്ച്. തൃശൂർ മനസ്സിലായി മനസ്സിലായി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്യൂറ്റ് ചെയ്ത് പറയാൻ പറയുമായിരുന്നു അല്ലേ? ഡുവറ്റോ? ആ, ഞാനും ശിവാനിയും ഒരാള് മറ്റൊരാളുടെ കൈ പിടിച്ച് കണ്ണി നോക്കി അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട്. ഏടത്തി എങ്ങോട്ടായി പോകുന്നേ? പെൺകുട്ടികൾക്ക് നാണം വരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നീ ഇങ്ങനെ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ അവള് പിന്നെ എന്ത് ചെയ്യാനാ? ഓ, ശരിയാണല്ലേ. മനസ്സിലായി. ഞങ്ങളുടെ പ്രണയ കഥകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാലും ബ്രോ, നീ ഒരുപാട് എൻജോയ് ചെയ്തെന്ന് മനസ്സിലായി. ഏടത്തി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ ലക്കിയാ. അതെ അതെ, ഞാൻ ലക്കിയാ. കിസപാതിയിൽ കിതാബടച്ചിരുപാത പോലെ മഴ. സോറി ശിവാനി, എനിക്കറിയാം നീ ദേഷ്യത്തിലാണെന്ന്. ഞാൻ വീട്ടുകാരോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞതൊക്കെ മാറ്റി പറയാൻ വേണ്ടിട്ടാണോ വന്നത്? മാറ്റി പറയാനല്ല ശിവാനി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ വീട്ടുകാർക്ക് വെറുതെ സംശയം വരുമല്ലോ എന്ന് കരുതിയേ. നമ്മുടെ ദാമ്പത്യം തുടങ്ങിയിട്ടില്ലെന്ന് അവർ മനസ്സിലാക്കില്ലേ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കള്ളം പറയണോ? അതല്ല ശിവാനി. നോക്ക്, ഈ രീതിയിലൊക്കെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു പെണ്ണാ. ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ അവളുടെ പേര് ചേർത്ത് പറയുന്നത് ഇഷ്ടമാവില്ല. അവളെ അത് വേദനിപ്പിക്കും. അങ്ങനെയുള്ളപ്പോ നീയും ഞാനും ഛേ, അത് പറയാൻ തന്നെ എനിക്ക് നാണം തോന്നുക. സോറി. നോക്ക്, നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കിടയിൽ ഭാര്യ ഭർത്തൃ ബന്ധമേ ഇല്ല. നിന്നെ ഞാൻ എന്റെ ഭർത്താവായി കണ്ടിട്ടേ ഇല്ല. നീ എനിക്ക് ശത്രുവാ. ശിവാനി, എന്നെ നിനക്ക് അത്രയ്ക്ക് വേണ്ടതായോ? ഞാൻ കാരണം നിനക്ക് അത്രയ്ക്ക് വേദനയുണ്ടോ? അതെ. ഞാനല്ലാതെ നീ ജീവിക്കോ? ജീവിക്കും. ശരിക്കും നിനക്ക് എന്നെ വേണ്ട ശിവാനി? എനിക്ക് വേണ്ട. ശരി, ആയിക്കോട്ടെ. ഞാൻ നിന്റെ ജീവിതത്തിലുണ്ടാവില്ലേ. ദൂരേക്ക് പോയിക്കൊള്ളാം. എങ്ങനെയാ പോകുന്നേ? അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? നിനക്കറിയില്ലേ, ഭാര്യയും ഭർത്താവും അകലാൻ പോവാ. എന്നുവെച്ചാ ഡിവോഴ്സ് ആവാണെന്ന്.